നമസ്കാരം. ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്ക്. ഏവർക്കും സ്വാഗതം. കരീബിയൻ പ്രിൻസ് ക്രൂസ് കപ്പലിൽ നോറോ വൈറസ് ബാധ, 100-ലധികം പേർക്ക് ദേഹാസ്വാസ്ഥ്യം. ആഡംബര ക്രൂസ് കപ്പലായ കരീബിയൻ പ്രിൻസിൽ പടർന്നു പിടിച്ച നോറോ വൈറസ് ബാധയെ തുടർന്ന് 100-ലധികം യാത്രക്കാർക്കും ജീവനക്കാർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അമേരിക്കൻ ആരോഗ്യ ഏജൻസിയായ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഏപ്രിൽ 28-ന് ആരംഭിച്ച യാത്രക്കിടെയാണ് രോഗബാധയുണ്ടായത്. DDCയുടെ റിപ്പോർട്ട് പ്രകാരം 102 യാത്രക്കാർക്കും 13 ജീവനക്കാർക്കുമാണ് രോഗം ബാധിച്ചത്. കഠിനമായ വയറുവേദന, ഓക്കാനം, വയറിളക്കം, ഛർദി എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. വൈറസ് പടർന്നതോടെ കപ്പലിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും രോഗബാധിതരെ പ്രത്യേകം മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. നോറോ വൈറസ് അതീവ വേഗത്തിൽ പടരുന്ന ഒന്നാണ്. രോഗബാധിതരുമായുള്ള സമ്പർക്കം, മലിനമായ ആഹാരം, വെള്ളം അല്ലെങ്കിൽ വൈറസ് സാന്നിധ്യമുള്ള പ്രതലങ്ങളിൽ സ്പർശിക്കുന്നത് വഴിയോ ഇത് പടരാം. കപ്പലുകൾ പോലെ ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളിൽ ഇത്തരം രോഗങ്ങൾ അതിവേഗം പടരാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അടുത്തിടെ MV ഹോണ്ടിയാസ് എന്ന കപ്പലിൽ പടർന്ന ഹാൻഡ വൈറസിൽ നിന്ന് വ്യത്യസ്തമാണ് നോറോ വൈറസ്. ഹാൻഡ വൈറസ് പ്രധാനമായും എലികളുടെ വിസർജ്യങ്ങളിലൂടെയാണ് പടരുന്നത്. എന്നാൽ നോറോ വൈറസ് വയറിനെ ബാധിക്കുന്ന ഒരു സാധാരണ സ്റ്റൊമക് ബഗ് ആണ്. എങ്കിലും ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും ഇത് ഗുരുതരമായേക്കാം. ഈ വർഷം ക്രൂസ് കപ്പലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ നോറോ വൈറസ് ബാധയാണിത്. മാർച്ചിൽ സ്റ്റാർ പ്രിൻസസ് എന്ന കപ്പലിലും 200ഓളം പേർക്ക് രോഗം ബാധിച്ചിരുന്നു. 3116 യാത്രക്കാരും 1131 ജീവനക്കാരുമാണ് നിലവിൽ കരീബിയൻ പ്രിൻസസിലുള്ളത്. ഫ്ലോറിഡയിലെ ഫോർട്ട് ലാൻഡർഡെയിലിൽ നിന്നാണ് പുറപ്പെട്ട കപ്പൽ തിങ്കളാഴ്ച തിരിച്ചെത്തും. അടുത്ത യാത്രയ്ക്ക് മുന്നോടിയായി കപ്പൽ പൂർണ്ണമായും അണുയുക്തമാക്കുമെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ആണവ നിലയങ്ങൾ വിട്ടു നൽകില്ല, ഉപരോധം നീക്കാൻ വിട്ടുവീഴ്ചയുമായി ഇറാൻ. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന് വിരാമമിടാനുള്ള നീക്കങ്ങളിൽ നിർണായകമായ ചുവടുവെപ്പുമായി ഇറാൻ. തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം മൂന്നാമതൊരു രാജ്യത്തേക്ക് മാറ്റാൻ ഇറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോട് പ്രതികരിക്കവെയാണ് ഇറാൻ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. യുറേനിയം കൈമാറാൻ തയ്യാറാണെങ്കിൽ 2 പ്രധാന കാര്യങ്ങളിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ തള്ളി. സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ കൈമാറിയ യുറേനിയം ശേഖരം ഇറാന് തന്നെ തിരികെ നൽകണമെന്ന ഉപാധി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം നീക്കുവാനും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കുവാനും ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കണമെന്നതായിരുന്നു ട്രംപിന്റെ പ്രധാന ആവശ്യം. എന്നാൽ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ലഭിച്ച ഇറാന്റെ ആദ്യ പ്രതികരണങ്ങൾ തികച്ചും അസ്വീകാര്യമാണെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. ഇറാന്റെ മറുപടി തനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണെന്നുമാണ് ട്രംപിന്റെ പക്ഷം. അതേസമയം ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുറേനിയം കൈമാറാനുള്ള ഇറാന്റെ പുതിയ നീക്കം മേഖലയിലെ പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുമോ അതോ തർക്കങ്ങൾ ഇനിയും നീളുമോ എന്നാണ് രാജ്യാന്തര ലോകം ഉറ്റുനോക്കുന്നത്. ജപ്പാനിൽ ട്രെയിനിൽ യാത്രക്കാർക്ക് കൂട്ടത്തോടെ ദേഹാസ്വാസ്ഥ്യം. ജപ്പാനിലെ തിരക്കേറിയ ട്രെയിൻ യാത്രയ്ക്കിടെ അജ്ഞാത വസ്തു തളിച്ചതിനെ തുടർന്ന് യാത്രക്കാർക്ക് കൂട്ടത്തോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഞായറാഴ്ച വൈകുന്നേരം ടോക്കിയോയ്ക്ക് സമീപം JR ടോക്യാഡോ ലൈനിലാണ് നടുക്കുന്ന അപകടമുണ്ടായത്. 10-ലധികം യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓഡവാര സ്റ്റേഷനിൽ നിന്ന് ടെക്സാക്കിയിലേക്ക് പോകുകയായിരുന്നു ട്രെയിൻ. യാത്രയ്ക്കിടെ യൊക്കോഹാമയും കവാസാക്കിയും ഇടയിൽ വെച്ച് ട്രെയിനിനുള്ളിൽ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുകയും യാത്രക്കാർക്ക് ശ്വാസതടസ്സവും ചുമയും അനുഭവപ്പെടുകയായിരുന്നു. 1 വയസ്സുള്ള കുഞ്ഞും മാതാപിതാക്കളും ഉൾപ്പെടെയുള്ളവർക്ക് തൊണ്ടയിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് തീവണ്ടി ഉടൻ തന്നെ കവാസാക്കി സ്റ്റേഷനിൽ നിർത്തിയിട്ടു. വിവരമറിഞ്ഞ ഉടൻ 20-ലധികം ആംബുലൻസുകളും അഗ്നിശമന സേനാംഗങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കവാസാക്കി സ്റ്റേഷനിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. പരിഭ്രാന്തരായ യാത്രക്കാരെ ഉടൻ തന്നെ പുറത്തെത്തിക്കുകയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വിഷവാതകം തളിച്ചതാണെന്ന സംശയത്തെ തുടർന്ന് അഗ്നിശമന സേന അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ട്രെയിനിനുള്ളിൽ പരിശോധന നടത്തിയെങ്കിലും ഹാനികരമായ ഗ്യാസുകളുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. കുരുമുളകിന് സമാനമായ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതായി ചില യാത്രക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. ആരെങ്കിലും മനഃപൂർവ്വം സ്പ്രേ ചെയ്തതാണോ അതോ മറ്റേതെങ്കിലും സാങ്കേതിക തകരാറാണോ എന്നറിയാൻ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ സംഭവത്തെ തുടർന്ന് ടോക്യാഡോ ലൈനിലെ ട്രെയിൻ ഗതാഗതം 2.5 മണിക്കൂറോളം തടസ്സപ്പെട്ടു.
യാത്രക്കാരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. ഇറാഖിനെ കണ്ണുവെട്ടിച്ച് മരുഭൂമിയിൽ ഇസ്രായേൽ താവളം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പുതിയ തലത്തിലേക്ക്. ഇറാഖിന്റെ പടിഞ്ഞാറൻ മരുഭൂമിയിൽ ഇസ്രായേൽ അതീവ രഹസ്യമായി സൈനിക താവളം പ്രവർത്തിച്ചിരുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അമേരിക്കയുടെ രഹസ്യ പിന്തുണയോടെ നിർമ്മിച്ച ഈ താവളത്തെക്കുറിച്ച് ഇറാഖ് ഭരണകൂടത്തിന് അറിവുണ്ടായിരുന്നില്ല എന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി 28-ന് ഇറാനു നേരെ നടന്ന വൻ വ്യോമാക്രമണങ്ങളുടെ സൂത്രധാര കേന്ദ്രം ഇറാഖിലെ ഈ രഹസ്യ താവളമായിരുന്നുവെന്നാണ് സൂചന. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഇറാഖിന്റെ ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കം മുതലെടുത്താണ് ഇസ്രായേൽ ഇവിടെ താവളമൊരുക്കിയത്. ആക്രമണത്തിന് പോകുന്ന വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാനും പൈലറ്റുമാർക്ക് അടിയന്തര സഹായം എത്തിക്കാനുമുള്ള സംവിധാനങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിരുന്നു. മാർച്ച് മാസത്തിൽ മരുഭൂമിയിലൂടെ പോയ ഒരാട്ടിടയനാണ് ഈ രഹസ്യ നീക്കം പുറംലോകത്തെ അറിയിച്ചത്. പ്രദേശത്ത് താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററുകളും വിചിത്രമായ നീക്കങ്ങളും ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം ഉടൻ തന്നെ ഇറാഖി സൈന്യത്തെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അന്വേഷണത്തിനായി എത്തിയ ഇറാഖ് സൈനികർക്കു നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഒരു ഇറാഖ് സൈനികൻ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാഖിന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് ഇറാഖ് സൈനിക മേധാവി ആരോപിച്ചു. അനുമതിയില്ലാതെ തങ്ങളുടെ മണ്ണ് യുദ്ധാവശ്യങ്ങൾക്കായി ഉപയോഗിച്ച ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇറാഖ്. ഈ വെളിപ്പെടുത്തൽ മേഖലയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. മെറ്റയിൽ വീണ്ടും പിരിച്ചുവിടൽ. മെയ് 20-ന് 8000 പേർക്ക് ജോലി നഷ്ടമാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ വലിയ ടീമുകൾക്ക് പകരം ചെറിയ AI ടീമുകളെ കേന്ദ്രീകരിച്ച് കമ്പനിയെ പുനർനിർമ്മിക്കാനാണ് CEO മാർക്ക് സക്കർബർഗ് തീരുമാനം. മെറ്റയുടെ ഈ നീക്കം വെറും ചെലവ് ചുരുക്കാൻ മാത്രമല്ല, മറിച്ച് കമ്പനിയുടെ പ്രവർത്തിച്ചു വരുന്ന രീതി തന്നെ മാറ്റുന്നതിന്റെ ഭാഗമായാണെന്ന് സക്കർബർഗ് വ്യക്തമാക്കി. പണ്ട് നിരവധി എഞ്ചിനീയർമാർ മാസങ്ങളെടുത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് 1-2 പേർക്ക് AI സഹായത്തോടെ ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്നുണ്ടെന്ന് സക്കർബർഗ് ചൂണ്ടിക്കാട്ടി. ആവശ്യമില്ലാത്ത അത്രയും വലിയ ടീമുകൾ ഇനി കമ്പനിക്ക് വേണ്ടെന്നാണ് തീരുമാനം. ഓരോ ജീവനക്കാരന്റെയും ഉൽപാദനക്ഷമത AI വഴി വർദ്ധിപ്പിക്കാനാണ് മെറ്റ ലക്ഷ്യമിടുന്നത്. ഡാറ്റാ സെന്ററുകൾക്കും AI ചിപ്പുകൾക്കുമായി ഈ വർഷം $125 മുതൽ $145 ബില്യൺ മെറ്റ ചെലവിടുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾക്കായി വൻതുക ചെലവാക്കുമ്പോൾ ജീവനക്കാരുടെ എണ്ണം നിയന്ത്രിക്കാൻ മെറ്റ നിർബന്ധിതരാകുന്നു. കമ്പനിയുടെ ഈ പുതിയ നയങ്ങൾ ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. 50 എഞ്ചിനീയർമാർക്ക് ഒരു മാനേജർ എന്ന നിലയിലേക്ക് കമ്പനി ഘടന മാറ്റിയിരിക്കുകയാണ്. ജീവനക്കാർ എത്രത്തോളം AI ഉപയോഗിക്കുന്നു എന്ന് പരിശോധിക്കുവാനും അവരുടെ ഓരോ ക്ലിക്കുകളും ട്രാക്ക് ചെയ്യുവാനും പുതിയ സംവിധാനങ്ങൾ മെറ്റ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പെർഫോമൻസ് റിവ്യൂവിൽ നിർണായകമാകും. AI മനുഷ്യർക്ക് പകരമാകില്ല എന്നും പകരം അവരുടെ കഴിവിനെ വർദ്ധിപ്പിക്കുകയാണെന്നും സക്കർബർഗ് വാദിക്കുമ്പോഴും ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടമാകുന്നത് മെറ്റയുടെ ഉള്ളിൽ കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നതാണ് റിപ്പോർട്ടുകൾ. ഇറാനെതിരെ വൻ ഉപരോധവുമായി പാശ്ചാത്യ രാജ്യങ്ങൾ. ഇറാനിലെ IRGC അനുബന്ധ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം എത്തിക്കുന്ന ശൃംഖല ലക്ഷ്യമിട്ട് അമേരിക്കയും ബ്രിട്ടനും പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ഭീകര പ്രവർത്തനങ്ങൾക്കും ആയുധ നിർമ്മാണത്തിനും ഇറാൻ ഉപയോഗിക്കുന്ന പണം തടയുകയാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനത്തിന് മുന്നോടിയായാണ് US ട്രഷറി പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. ഇറാനിൽ നിന്നുള്ള എണ്ണ അനധികൃതമായി ചൈനയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഹോങ്കോങ്, UAE എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 9 കമ്പനികൾക്കും 3 വ്യക്തികൾക്കുമെതിരെയാണ് ഉപരോധം. ഇവരുടെ അമേരിക്കയിലുള്ള ആസ്തികൾ കണ്ടുകെട്ടും. അമേരിക്കൻ കമ്പനികളോ വ്യക്തികളോ ഇവരുമായി ഇടപഴകുന്നത് കർശനമായി നിരോധിച്ചു. ഇറാന്റെ ആണവ പദ്ധതികൾക്കും ഭീകര ഗ്രൂപ്പുകൾക്കുമുള്ള സാമ്പത്തിക സഹായം പൂർണ്ണമായും നിർത്തലാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെയ്സന്റ് വ്യക്തമാക്കി. ക്രിമിനൽ സംഘങ്ങൾക്കും ഷാഡോ ബാങ്കിങ്ങിനുമെതിരെ ബ്രിട്ടീഷ് മണ്ണിൽ ഇറാന്റെ സഹായത്തോടെ നടക്കുന്ന അട്ടിമറി പ്രവർത്തനങ്ങളെ തടയാനാണ് യുണൈറ്റഡ് കിങ്ഡം ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘമായ സിന്താഷ്ടി നെറ്റ്വർക്കിനെതിരെ ബ്രിട്ടൻ ഉപരോധം ഘടിപ്പിച്ചു. ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസിയുമായി ചേർന്ന് കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും നടത്തുന്ന സംഘമാണിതെന്ന് ബ്രിട്ടൻ ആരോപിക്കുന്നു. ഇറാന്റെ കോടിക്കണക്കിന് ഡോളർ വെളുപ്പിക്കാൻ സഹായിക്കുന്ന ബ്രോലേറിയൻ എക്സ്ചേഞ്ച്, GCM എക്സ്ചേഞ്ച് എന്നീ സ്ഥാപനങ്ങളെയും ബ്രിട്ടൻ കരിമ്പട്ടികയിൽപ്പെടുത്തി. ഇറാൻ വിമാനങ്ങൾക്ക് രഹസ്യ താവളമൊരുക്കി അമേരിക്കൻ റിപ്പോർട്ട് തള്ളി പാകിസ്ഥാൻ.
അമേരിക്കയുമായുള്ള യുദ്ധം ഭയന്ന് ഇറാൻ തങ്ങളുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങളിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ ഭരണകൂടം നിഷേധിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്നതിനിടെ പാകിസ്ഥാനെതിരെ ഉയർന്ന ഈ ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അമേരിക്കൻ മാധ്യമമായ CBS ന്യൂസാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഈ വാർത്ത പുറത്തുവിട്ടത്. ഏപ്രിലിൽ ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാന്റെ ചാര വിമാനമായ RC-130, ലോക്ഹീഡ് RC-130 ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സൈനിക ആസ്തികൾ പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമതാവളത്തിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ആക്രമണമുണ്ടായാൽ തങ്ങളുടെ വ്യോമസേനയെ സംരക്ഷിക്കാനാണ് ഇറാൻ ഈ നീക്കം നടത്തിയതെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു. ആരോപണങ്ങൾ പാകിസ്ഥാൻ പൂർണ്ണമായും തള്ളി. ജനസാന്ദ്രതയേറിയ റാവൽപിണ്ടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന നൂർഖാൻ വ്യോമതാവളത്തിൽ വിമാനങ്ങൾ എത്തിച്ചാൽ അത് ആർക്കും മറച്ചുവെക്കാൻ കഴിയില്ല എന്നും പാക് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. മധ്യസ്ഥനാണെന്ന നിലയിൽ പാകിസ്ഥാനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമമാണിതെന്നും അവർ ആരോപിക്കുന്നു. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നിലപാടുമായി US സെനറ്റർ ലിൻസോ ഗ്രഹാം രംഗത്തെത്തി. ഈ റിപ്പോർട്ട് സത്യമാണെങ്കിൽ സമാധാന ചർച്ചകളിൽ പാകിസ്ഥാൻ വഹിക്കുന്ന മധ്യസ്ഥന്റെ റോളിൽ വിശ്വാസ്യതയില്ല എന്നും അവരുടെ ഇടപെടലുകൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ഇറാൻ തങ്ങളുടെ സിവിലിയൻ വിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇവ സൈനിക വിമാനങ്ങളാണോ എന്ന് വ്യക്തമായിട്ടില്ല. എന്നാൽ ഈ റിപ്പോർട്ടും താലിബാൻ വക്താവ് തള്ളി. ഇറാനി വിമാനങ്ങൾ മാറ്റാൻ അഫ്ഗാനിസ്ഥാന്റെ സഹായം ആവശ്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.